ഇവിടെ അവളുടെ ജീവിതം തന്നെ മടുത്തിട്ട് മരിക്കാൻ തന്നെ തയ്യാറാവുന്നു. കാരണം അവൾ ഇഷ്ടപ്പെട്ട പയ്യന് അവളെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല. അതിനാൽ അവന് ജയിക്കാനായി അവൾ തോറ്റുകൊടുക്കുന്നു. അവളുടെ ജീവിതം മടുത്തവൾ അവൻ്റെ ഓഫീസ് ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് ചാടി. എന്നാൽ ഇതെല്ലാം ഹീറോയുടെ അസിസ്റ്റൻ്റ് കാണുകയും ആരോ താഴെ വീണതായി ഹീറോയോട് പറഞ്ഞു. അസിസ്റ്റൻ്റ് മണ്ടത്തരം പറയുന്നതാണെന്ന് കരുതി ഹീറോ ആദ്യം കരുതിയത് ഇനി മിഞ്ചിയാണ് ചാടിയതെന്ന് ഡൗട്ട് വരുമ്പോൾ ഇനി അവൾ എങ്ങാനും ആയിരിക്കുമോ എന്ന് പേടിച്ച് ഹീറോ അവളെ വിളിക്കുന്നു. എന്നാൽ ഫോൺ എടുക്കുന്നില്ല. ഉടനെ CCTV ചെക്ക് ചെയ്യുമ്പോൾ അവൾ മുകളിലേക്ക് പോയതായി കാണുന്നു. അപ്പോഴേക്കും ഹീറോയുടെ മാനേജർ വന്ന് മിഞ്ചി ഓഫീസിന് ബിൽഡിങ്ങിൽ ചാടിയത് മരിച്ച് എന്നുള്ള കാര്യം പറയുന്നു. വേഗം ഹീറോ താഴേക്ക് പോയി. ഇവൾക്ക് ഹീറോയോട് ഒരുപാട് ഇഷ്ടമായിരുന്നു. അവന് ഇവളെ ഇഷ്ടപ്പെടാനായി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവൻ തമാശയ്ക്കായിട്ട് നീ എന്നെ റിയലായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ബിൽഡിങ്ങിന് മുകളിൽ ചാടി കാണിക്കാനായി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ വിശ്വസിക്കാം, നീ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന്. അതൊക്കെ ആലോചിച്ച് താഴെ ഇറങ്ങുമ്പോൾ കാലിടറി താഴേക്ക് വീണ് ബോധം പോയി. പിന്നീട് കണ്ണു തുറക്കുമ്പോൾ ഹോസ്പിറ്റലിലായിരിക്കും. ആദ്യം ചോദിക്കുക അവളെക്കുറിച്ചായിരിക്കും. അമ്മ ഒന്നും പറയാത്ത പക്ഷം അവൻ അവളെ കാണാനായി ധൃതി കൂട്ടുമ്പോൾ അറിയാതെ തന്നെ അമ്മ അവൾ മരിച്ചുപോയി എന്ന് അവനോട് പറയുന്നു. അവൾ എന്തായാലും എന്നെ വിട്ടു പോകില്ലെന്ന് പറഞ്ഞ് അവൻ പാടില്ലാത്ത കൈയുമായി ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങി. അന്നേരം അവളുടെ ചേട്ടൻ വന്ന് അവനെ അടിക്കുന്നു. എൻ്റെ അനിയത്തിയുടെ മരണത്തിന് നീയാണ് ഉത്തരവാദി. മരിക്കുന്നതിനു മുന്നേ അവൾ ചേട്ടനോടും ചേട്ടത്തിയോടും യാത്ര പറഞ്ഞിട്ടാണ് അവൾ പോയി കഴിഞ്ഞത്.